അയ്യപ്പേട്ടാ, SFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് BJPയിൽ ചേർന്നോട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയും. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, CPM-നെ നിയന്ത്രിക്കുന്നത് മക്കത്തായവും മരുമക്കത്തായവുമാണെന്നാണ്. അതൊരു പോയിന്റാണ്. അത് തന്നെയാണ് അതിലെ പോയിന്റ് എന്നാണ് തോന്നുന്നത്. ചേട്ടൻ എന്താ ഇതിൽ തോന്നുന്നത്? ഇതിനകത്തെ CPM എന്ന് പറയുന്ന പാർട്ടി പഴയ ഒരു സംഘടനയൊന്നുമല്ല. ഈ ഗോകുൽ ഗോപിനാഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ, അത് എനിക്കറിയാം, തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്ന് എന്ന സ്ഥലത്തെ ആ ഗോകുൽ ഗോപിനാഥ് സിൻഡിക്കേറ്റ് മെമ്പർ വരെ ആയിരുന്ന ആളാണ്. ഒരു പാർട്ടിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ വരെ എത്തി പാർട്ടി ആക്കിയ ഒരാളാണ്. ലോക്കൽ കമ്മിറ്റി വരെ എത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ മക്കത്തായവും മരുമക്കത്തായവും എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ കഴിവുള്ളവരെ ആർക്കും ആവശ്യമില്ല. ഇപ്പൊ മക്കത്തായും മരുമക്കത്തായും എന്ന് പറഞ്ഞതിന്റെ സാരാംശം പിടികിട്ടിയില്ലേ? മുഹമ്മദ് റിയാസ് എന്ന മരുമകനെ രക്ഷിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാണിക്കുന്ന ഗെയിമാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഈ ഗോകുൽ ഗോപിനാഥ് CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ആ ബ്രാഞ്ചിലോ ലോക്കലിലോ ഒക്കെ ഇവർക്ക് കൊടി പിടിക്കാനും വണ്ടിക്ക് കല്ലെറിയാനും സമരത്തിന് വെയിൽ കൊള്ളാനും ഒരു അടിമകളെ പോലെ അവർ കൊണ്ട് നടക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ആര്യ രാജേന്ദ്രൻ, ഈ മേയർ ആര്യ രാജേന്ദ്രൻ, എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത്? എന്ത് ക്വാളിറ്റിയാണ് ഒരു മേയർ ആവാനുള്ള ക്വാളിറ്റി? എന്താ? അതൊരു തർക്കത്തിന്റെ പേരിൽ സമവായമായി ആര്യ രാജേന്ദ്രന്റെ അച്ഛനുമായി അടുപ്പം കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതായത് ഇവർ മനസ്സിൽ കണ്ട് ആ തവണ കോർപ്പറേഷനിലേക്ക് VK പ്രശാന്ത് മാറിയ ശേഷം, VK പ്രശാന്ത് പോലും ഒരു പാർട്ടിക്കകത്തെ ബലാബലത്തിൽ ഒരു ആളിങ്ങനെ ഇരിക്കട്ടെ, ഒരു പകരക്കാരൻ, നമ്മൾ ആ അടി മാറണമെങ്കിൽ പുതിയൊരാളെ വെക്കുമല്ലോ, ആ തരത്തിൽ വെച്ച ആളാണ് VK പ്രശാന്ത്. പക്ഷെ VK പ്രശാന്തിന് ഐഡന്റിറ്റി ഉള്ള നേതാവ്, അയാൾ കഴിവ് കാണിച്ചു. ആര്യ രാജേന്ദ്രൻ എന്തായിരുന്നു ഗുണം? ആര്യ രാജേന്ദ്രന് ഇപ്പോൾ കല്യാണം തന്നെ ഒരു MLA ആണ് വിവാഹം കഴിച്ചത്. അവിടെയും ഒരു ലോങ് റൺ ആര്യ രാജേന്ദ്രൻ അവരുടെ ലൈഫിൽ നോക്കി. അത് വേറെ കഥകൾ, അത് നമ്മൾ പറയുന്നില്ല, അത് വേറെ വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരൻ പറയുമ്പോൾ മക്കത്തായും മരുമക്കത്തായും, ഈ പാർട്ടിയുമായി ബന്ധമുള്ള നിരവധി പേരുമായി എനിക്ക് അടുപ്പമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു നേതാവിൻ്റെ പേര് ആനാവൂർ നാഗപ്പൻ. ഈ ആനാവൂർ നാഗപ്പൻ എന്ന നേതാവിനെ അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടമായിരുന്നു. ആനാവൂർ നാഗപ്പന് ഇദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് ഇദ്ദേഹത്തെ ഇഷ്ടമല്ല. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കടകംപള്ളിക്കൊരു ഗ്രൂപ്പുണ്ട്. കടകംപള്ളിയുടെ അപ്രമാദിത്വത്തിലാണ് ജോയി സെക്രട്ടറി ആയിരിക്കുന്നത്. പിന്നെ ജയൻ ബാബുവിനൊരു ഗ്രൂപ്പുണ്ട്, പഴയ മേയർ ജയൻ ബാബു. അദ്ദേഹം ഒരു VS പക്ഷക്കാരനായിരുന്നു, അദ്ദേഹം മേയറായിരുന്നതാണ്. ശിവൻകുട്ടി മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ശിവൻകുട്ടിക്ക് ഗ്രൂപ്പ് ഇല്ലെങ്കിലും ശിവൻകുട്ടി മറ്റൊരു ഗ്രൂപ്പിലാണ്. അപ്പോൾ നായർ ഈഴവ ബെൽറ്റിൻ്റെ ഒരു ഭയങ്കരമായ അപ്രമാദിത്വം ഇതിനകത്തുണ്ട്. ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ ഈ പറയുന്ന ഈ മക്കത്തായും മരുമക്കത്തായും വിഷയങ്ങളിൽ എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്ന് ഗോകുൽ പറഞ്ഞു. ഒരു സംഗതി കൂടി ഇതിൽ പറയാനുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം, ചേട്ടൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഭരണത്തെയും CPM-നെയും SFI-യെയും DYFI-യെയും നിയന്ത്രിക്കുന്നത് ഒരു പവർ സിൻഡിക്കേറ്റ് ആണ്. ഈ പവർ ക്ലസ്റ്ററിന് അനുകൂലമായി മാറിയില്ലെങ്കിൽ തെരുവുകളിൽ ആക്രമിക്കപ്പെടുകയും മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്നാണ്. അല്ല, ഈ പറയുന്ന ആ ഒരു പവർ ഗ്രൂപ്പാണ് എല്ലാം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ DYFI SFI-യെ നിയന്ത്രിക്കാൻ ആളുണ്ടായിരുന്നു. ഈ ആർഷോ എന്ന SFI നേതാവ് വന്നപ്പോഴാണ് ഈ ചെറുപ്പക്കാരനെതിരെ നീക്കം വന്നത്. അദ്ദേഹത്തിനെതിരെ വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പവർ ക്ലസ്റ്ററിനെതിരായി സംഘടനാ താല്പര്യം ഉയർത്തിപ്പിടിച്ചതിന് സാമൂഹ്യമായും വ്യക്തിപരമായും നിരവധി അധിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരിടേണ്ടി വന്നു. ഇദ്ദേഹം വെറുതെ ഒരു SFI-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ല ഈ ചെറുപ്പക്കാരൻ. ഞാൻ പറഞ്ഞില്ലേ, സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. പാർട്ടി നിയോഗിച്ച കുറച്ച് ഇതുണ്ടായിരുന്നു. അതിന് അയാൾ പറയുന്നത് എൻ്റെ കുടുംബം ഒരു CPM കുടുംബമാണ്, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒന്നുകൂടി നമ്മൾ പറയാതിൽ വിട്ടുപോയി. കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഈ ചെറുപ്പക്കാരൻ്റെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് നേരെ ഓപ്പോസിറ്റ് സംസ്കൃത കോളേജുണ്ട്. അവിടെയൊക്കെ പ്രജിത ഈ മഹാരാജ് കോളേജിനേക്കാളും വല്ലാത്തൊരു നിഗൂഢതയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ഈ മഹാരാജസിൽ പിന്നെയും കുറെ ഓപ്പൺ സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിഗൂഢത ഒരുപാടുണ്ട്. ഒരു പണ്ടൊക്കെ SFI KSU തല്ല് അല്ലെങ്കിൽ SFI പോലീസിനെ എറിയുക അടിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കയറുന്നവരെ എന്തിനടാ കയറുന്നതെന്ന് വെച്ചാൽ കൊടിയേരിയുടെ മോൻ തിരിച്ചു വരട്ടി പോലീസിനെ പെരുമാറിയിട്ടുണ്ട്. അതുപോലെ ഒരു വല്ലാത്ത സെറ്റപ്പാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജ്. കുറേ കോഴ്സുകളെ കാര്യവട്ടത്തേക്ക് കൊണ്ടുപോയത് അതുകൊണ്ടാണ്. വല്ലാത്ത അന്തരീക്ഷമാണ്. നമ്മളൊക്കെ മാധ്യമ ജീവിതം തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് കയറാൻ പേടിയായിരുന്നു. 2 സംസ്കൃത കോളേജ്. സംസ്കൃത കോളേജിൽ ഇത്തരത്തിലൊരു പാർട്ടി എങ്ങോട്ട് നടന്നപ്പോൾ
മദ്യപിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കഥ ഉണ്ടാക്കി ഈ ചെറുപ്പക്കാരൻ്റെ പേരിൽ. അത് പ്രീതയ്ക്ക് അറിയാമല്ലോ. ആ കഥ ഉണ്ടാക്കാനും വീഡിയോ എടുക്കാനും ഇവരെ പോലെ വേറെ ആരുമില്ല. ഒരാൾ ഈ പറയുന്ന സിസ്റ്റത്തിനെതിരെ ചിലപ്പോൾ ഇവർ പറയുന്ന അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ പോയാൽ മതി എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിനെതിരെ നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അവനെ ടാർഗറ്റ് ചെയ്യും. ഉറപ്പായിട്ടും ആ ടാർഗറ്റോടാണ് ഈ ചെറുപ്പക്കാരനോട് ഉണ്ടായത്. പലർക്കും അത് അനുഭവമാണ്. നിരവധി കേസുകളുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ എം വി ഗോവിന്ദൻ വന്നു, മദ്യപിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചു ഇയാൾ പറഞ്ഞു. അപ്പൊ എം വി ഗോവിന്ദന് മറ്റേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഈ മദ്യപിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ CPM മുതിർന്ന നേതാക്കൾ ഈ വീഡിയോ കാണുന്നതും ഒളിഞ്ഞു നോക്കുന്നതും അങ്ങനെയുള്ള ചേഷ്ടകളിലും ഒക്കെ കാണിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു യുവാവിനെതിരെ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അകറ്റി നിർത്താനായിട്ട് നാണാവില്ലേ? അല്ല, അത് നമ്മൾ പണ്ടും പറയുമല്ലോ, അവർക്കൊക്കെ എന്തുമാകാം, കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്ന് പറയുന്ന പോലെ അവർക്കൊക്കെ എന്തുമാകാം. ഇപ്പൊ ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, VS പക്ഷക്കാരനായിരുന്ന ഒരു നേതാവിനെ ഒളിക്യാമറ വെച്ച് അദ്ദേഹത്തിന് ഒരു പാർട്ടിയിലുള്ള ഒരു യുവതിയുമായി അവർക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തിനും ഇഷ്ടമായിരുന്നു. രണ്ടുപേർക്ക് തമ്മിൽ ഇഷ്ടമുണ്ടെന്ന് കരുതിയിട്ട് ഇവരെന്തിന് അദ്ദേഹത്തെ തേജോ, ഞാൻ പേര് പറയാത്തത് അത്തരത്തിലൊരു കേസ് ആയതുകൊണ്ടാണ്. നേരത്തെ ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. എന്തെല്ലാം വിഷയങ്ങളുണ്ട്, എന്തെല്ലാം വെച്ച് കണ്ടു. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന സിസ്റ്റത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ നീങ്ങിയാൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതി ഈ പാർട്ടിയിലുണ്ട്. അത് അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൊരു രീതിയാണ്. അത് വേണമെങ്കിൽ അവർ പറയും അന്ന് ചൈനയിൽ ഉണ്ടായിരുന്നു എന്ന് പറയും, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ടാർഗറ്റ് ഈ കാര്യം മാത്രമല്ല, ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയാൽ അയാൾ കുടുംബം കുട്ടിച്ചോറാക്കും. അയാൾ പാർട്ടിയിൽ നിന്ന് പോയി ഇപ്പൊ ഈ പയ്യന്റെ കുടുംബത്തിന് ഇനി നമുക്ക് അടുത്ത വാർത്തകൾ കേൾക്കുന്നത് ഇയാൾ എന്തിലൊക്കെ ഇടപെട്ടിരുന്നോ അയാൾക്കെതിരെ ഈ CPM കളിച്ചു തുടങ്ങുന്നതാണ്. ഇത് ഈ പറയുന്ന BJPയിൽ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം യുവാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആ ചെറുപ്പക്കാരൻ വ്യക്തമായി പറഞ്ഞു. പിന്നെ ഷിബിൻ ലാൽ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ ഒരു യൂത്ത് നേതാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കോൺഗ്രസിലെ ഒരാളിനെ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ്, നമ്മളിപ്പോൾ പറയുമ്പോൾ കളമാറ്റി ചവിട്ടിയുടെ പേര് പറയുമ്പോൾ സരിൻ വന്ന കാര്യം ഓർക്കണം. സരിൻ എങ്ങനെയായിരുന്നു, സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഈ CPM കൊണ്ടുവന്നത്. അതവരുടെ വലിയ അടവ് നയമെന്നാണ് AK ബാലൻ പറയുന്നത്. പിന്നെ സന്ദീപ് വാര്യർ വന്നത് ഗാന്ധിജിയെ വെറുതെ ഒന്ന് വെടിവെച്ചതല്ലേ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരാണ്. ആ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നു. അപ്പൊ ഒരു ദിവസം ഇരുട്ടി നേരം വെളുക്കുമ്പോൾ കളമാറ്റി ചവിട്ടുന്നത് ഉണ്ടാകാറുണ്ട്. അത് അങ്ങനെയാണ്. എത്രയോ കോൺഗ്രസിന്റെ MP മാര് പിന്നെ തങ്ങൾക്കെതിരെ അന്വേഷണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ BJP പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതായത് BJP ഇപ്പൊ കളിയാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രശ്നമുള്ളവരെ കുളിപ്പിച്ച് റെഡിയാക്കി വൈറ്റ് വാഷ് ചെയ്ത് അവരെ രക്ഷിച്ചു നിർത്തുന്ന ഒരു പാർട്ടിയാണോ BJP എന്ന് കളിയായിട്ട് ചോദിക്കുന്നുണ്ട്. കാര്യം വലിയ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിടിച്ചു നിൽക്കണ്ടേ? അങ്ങനെയാണ് ഇവർക്ക് ചാടിപ്പോകുന്നത്. അപ്പൊ ഏതായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസമാണ് ഇത്തരത്തിൽ. ഈ പറയുന്ന ഗോകുൽ ഗോപിനാഥ് ഒരു ചില്ലറക്കാരനല്ല. അത്തരത്തിൽ പല ചെറുപ്പക്കാരും ഈ ചെറുപ്പക്കാർ മാത്രമല്ല, നമ്മൾ ഒരു തവണ വാർത്ത ചെയ്തിട്ടുണ്ട്. കണ്ണൂർ മുതൽ BJP അടുത്ത ഒരു 10 വർഷത്തിനകം പാർട്ടിയിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടി ഒരു തീരാ തലവേദനയായി അവർക്കുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ മടുത്തിരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നതിന്റെ മുന്നൊരുക്കം നടക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ ചെയ്തു. ആ വാർത്തയോട് ചേർത്ത് നമുക്കിത് വായിക്കാം. രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റിന്റെ ബുദ്ധിയാണ് ഇനി ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. ആരൊക്കെ എന്തൊക്കെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ കളിയാക്കിയിരുന്നാൽ